എന്റെ വെങ്കിടേശ്വര, വെങ്കിടാചലപതി, തിരുപ്പതി ഭഗവാനെ, അങ്ങ് കുബേരനല്ലേ, എല്ലാം നിറഞ്ഞവനല്ലേ, അടിയങ്ങൾക്കും വാരിക്കോരി തരണേ, അനുഗ്രഹിക്കണേ ഭഗവാനെ. എന്റെ പറശ്ശിനിക്കടവ് വലിയ മുത്തപ്പ, സ്ഥിരം പറയാറുള്ളതേ ഇന്നും എനിക്ക് പറയാനുള്ളൂ. അങ്ങേക്ക് ബോറടിക്കൂന്ന് എനിക്കറിയാം, എന്ത് ചെയ്യാനാ. വെള്ളിക്കണ്ണ് കെട്ടി അവിടത്തെ പോലെ ഈ ഉള്ളവനും പേരിനൊരു കുരുടൻ തന്നെയാ. ഫുൾ ടൈം അല്ല, ഈവനിങ് 6 മുതൽ മോർണിംഗ് 6 വരെ. ആരാണ് മുത്തപ്പ ഈ മാലക്കണ്ണ് കണ്ടുപിടിച്ചത്? എന്തിനാണ് മുത്തപ്പ അത് എനിക്കിട്ട് എന്നെ സ്പോൺസർ ചെയ്തത്? സത്യം പറഞ്ഞ എനിക്കും അങ്ങേക്കും പിന്നെ കുച്ചിനിക്കാരൻ ആരാണ് അബ്ദുന് മാത്രമേ ഈ അസുഖം അറിയൂ. ഇത് രഹസ്യമായി സൂക്ഷിക്കാൻ അവിടുത്തെ കൃപയുണ്ടാകണേ. വെറുമൊരു ബംഗ്ലാവ് സൂക്ഷിപ്പാനായി എന്നെ ഈ നിലയിൽ എത്തിച്ച വലിയ മുത്തപ്പ, എനിക്ക് മരണം വരെ ദീർഘായുസ് തരണേ. 50 വയസ്സിൽ തട്ടിക്കളഞ്ഞേക്കല്ലേ. ഈ ബംഗ്ലാവിലെ പാചകക്കാരനായ എനിക്ക് അന്നം തന്ന അകാലചരമ മറഞ്ഞ എന്റെ വലിയ മുതലാളി കേൾക്കുവാൻ അബ്ദു ബോധിപ്പിക്കുന്ന പരാതി. നാട്ടുകാരെന്നെ ഇപ്പൊ അരണ അബ്ദു എന്നാണ് വിളിക്കാറ്. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഉറങ്ങിക്കിടന്ന അങ്ങയുടെ അപ്പൂപ്പന്റെ തലയിൽ എന്റെ കയ്യിലിരുന്ന അമ്മിക്കല്ല് വീണ് അങ്ങേര് ചത്തുപോയി എന്ന നിസാര കാര്യത്തിന് മുതലാളിയുടെ അമ്മുമ്മ തുപ്പക്കോളാമ്പി വലിച്ചെന്റെ തലക്കിട്ടെറിഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ ഈ മറവി. അങ്ങ് വിളിച്ചോ? ഓ, കൊച്ചു മുതലാളി. പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കാണും. മുതലാളിയുടെ ഇന്നത്തെ മൂഡ് എങ്ങനെയാണോ ആവോ, കാത്തുകൊള്ളണേ. എന്റെ ദൈവമേ, ഒരു സാധനം വച്ചെടുത്ത് കാണില്ല. എത്ര പ്രാവശ്യമായി വിളിക്കുന്നു. അബ്ദോ, എന്റെ പൈപ്പ് എവിടെ? പൈപ്പ് കൊടുക്കൂ. അബ്ദു, എന്താണോ ഇത്? പൈപ്പ്. എടോ, വലിക്കുന്ന പൈപ്പ് അവിടെ. ഇത് ഞാൻ വലിച്ചു തിരിച്ചോടിച്ച് മുറിച്ചെടുത്തതാ. മുറിച്ചെടുത്തിട്ടും വെള്ളം നിൽക്കുന്നില്ല. വെള്ളത്തിനെന്തോ കംപ്ലൈന്റ് ഉണ്ട് ബോസ്. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. കടന്നു പോകൂ പുറത്ത്. ഇപ്പഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. വെറുതെ അല്ല നാട്ടുകാർ ഇയാൾ അർണബ്ദു എന്ന് വിളിക്കുന്നത്. എന്നാലും എന്റെ പൈപ്പ് ഇന്നലെ ഞാനത് പൈപ്പ് നല്ല കുട്ടി. മുത്തുമ്മയ്ക്ക് ഇവിടെ ജീവിതത്തിൽ അസൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല ബോസ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുത്തമ്മ തന്നെ നോക്കണം. ഓക്കേ? കരിമരുന്നാണോ നിറച്ചത്? ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമിൽ മാറ്റമൊന്നുമില്ലല്ലോ? നോ. പ്രാതൽ കഴിഞ്ഞാലുടൻ ബ്രേക്ക്ഫാസ്റ്റ്. പ്രാതൽ കഴിഞ്ഞാലുടൻ കുതിര സവാരി. ഗുഡ് മോർണിംഗ് ബോസ്. കൃത്യനിഷ്ഠ എന്ന് പറയുന്ന ഒരു വാക്ക് തന്റെ നിഘണ്ടുവിലുണ്ടോ? എന്താണ്? 6ാമത്തെ വയസ്സിൽ കോളറ വന്നപ്പോ എന്റെ നിഘണ്ടു ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനൊരു നിഘണ്ടു ഇല്ലാത്തവനാണെന്ന് പുറത്ത് ആരോട് പറയരുത്. താനെന്താണോ വൈകിയതെന്ന്? ഇന്നലെ രാത്രി ഞാൻ നേരത്തെ കിടന്നുറങ്ങിയേ. അപ്പൊ അതിന്റെ ക്ഷീണം കാരണം എഴുന്നേക്കാൻ വൈകി. നാളെ രാത്രി ഞാൻ നേരത്തെ കിടന്നുറങ്ങിക്കോളാം. താനാരെ കുംഭാരന്റെ അളിയനോ? അല്ല. ഈ ബംഗ്ലാവിന്റെ മുഴുവൻ ഉത്തരവാദിത്തം തന്റെ തലയിലാണെന്ന് അറിഞ്ഞൂടെ? എന്താണോ? യെസ് ബോസ്. എന്റെ തീരുമാനം പുനഃപരിശോധിക്കാൻ ഇടവരുത്തരുത്. മനസ്സിലായോ? യെസ് ബോസ്. വെറുതെ കിടന്ന് അധ്വാനിക്കാൻ ഞാൻ ഈ കോടീശ്വരൻ. തിന്നു മുടിപ്പിക്കാൻ കുറെ യെസ് ബോസ്. യെസ് ബോസ്. നോ ബോസ്. യെസ്. വരൂ ചിൽഡ്രൻ. നന്നായിട്ട് ഉറങ്ങിയില്ലേ? മക്കൾ ഉറങ്ങിയില്ലേ? പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ലഞ്ച് കഴിഞ്ഞാൽ ഡിന്നർ കഴിഞ്ഞാൽ നോ വയറിളക്കം. ദേഷ്യം മുഖത്താണെങ്കിലും മനസ്സ് പാവാ. ഉദാരം മതിയായ നല്ലൊരു കോടീശ്വരൻ. മുത്തമ്മ, ഞങ്ങളുടെ യസ്മാനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാച്ചാ? അബ്ദു റെഡിമാഡി ഉണ്ട്. അബ്ദു റെഡിമേഡ് ആയിരുന്നു. എന്റെ പറശ്ശിനിക്കടവ് വലിയ മുത്തപ്പ, അബ്ദു ഒറ്റക്കാണോ കിച്ചണില്? എന്നാൽ ഇന്നവൻ അയില കൊണ്ട് അവിയലുണ്ടാക്കും. എടാ അബ്ദു.
എല്ലാവരും പ്രാർത്ഥിക്കൂ. ഈശ്വരാ. പ്ലേറ്റ് മലർത്തൂ. ബ്രേക്ക് ബോസ് ഫാസ്റ്റ് റെഡി. സോറി ബോസ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഏയ്, എന്താ ഇത്? മട്ടൺ സ്റ്റൂ, ടൊമാറ്റോ സോസ്, ബ്രെഡ് ബട്ടർ ജാം, ഇഡ്ഡലി, ഇതെല്ലാം നമ്മുടെ കേരള സ്റ്റൈലിൽ ഉണ്ടാക്കിയതാ. ഇതാണോ കേരള സ്റ്റൈൽ? അതെ ബോസ്. കയ്യിൽ മാത്രം പാൻറ്റിട്ട പോരാ, കാലിലും വേണം. കുട്ടികളുള്ള വീടാ ഇത്. സോറി ബോസ്, ഞാൻ മറന്നുപോയതാ. മറന്നുപോയി. അരണക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. കഷ്ടം. ഏയ്, എന്താണോ തനിക്കും ഇല്ല അമ്മ പങ്കന്മാര്? ഈ സൈസ് ഇല്ല. ഇഡ്ഡലിക്ക് ജാം, സാമ്പാറിൽ മട്ടനോ? ഔ, ബ്രെഡ് ബട്ടർ മാത്രം കറക്റ്റ്. ബ്രെഡിൽ ബട്ടർ വെച്ചിട്ടുണ്ട്. ഇതെന്താ ടൂത്ത് പേസ്റ്റോ? ഇതെന്തൊരു കോമ്പിനേഷൻ എന്റെ മുത്തപ്പ. അഡ്ജസ്റ്റ് ചെയ്യാം. വേഗം വിളമ്പടോ. യെസ് ബോസ്. മോൾക്ക് നെയ് റോസ്റ്റ് റെഡി. ഇതങ്ങോട്ട് പോയി. ഈശ്വര, ഇത് ടേബിൾ ഷീറ്റ് ആണല്ലോ. ആ. ടേബിൾ ഷീറ്റ് ആണോ നെയ്റോസ്റ്റ് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നേ? ഞാൻ നെയ് റോസ്റ്റ് മടക്കി പ്ലേറ്റില്. അയ്യോ, അപ്പൊ ടേബിൾ മാറ്റ് ആണെന്ന് വിചാരിച്ച് നെയ് റോസ്റ്റ് ആണോ മടക്കി വാഷിംഗ് മെഷീനിൽ തള്ളിയത്? താനാ വാഷിംഗ് മെഷീൻ നേരോസെറ്റ് ഉണക്കാനിട്. ഇത് ഞാൻ വിളമ്പിക്കോളാം. ആ, ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് വിളമ്പാനും അറിയാം. താൻ ഇനി വിളമ്പിയ ബോസിന്റെ വായിന്ന് വിളമ്പും. ബോസിന്റെ വായിന്ന് വിളമ്പാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. താൻ ശ്രദ്ധിച്ച ബോസ് ഛർദ്ദിക്കും. ബോസ് ഛർദ്ദിക്കാൻ നോക്കണം, നിന്റെ ഡ്യൂട്ടിയാ. ബോസ് ഛർദ്ദിക്കാൻ നോക്കാൻ ഞാൻ ഗൈനക്കോളജിസ്റ്റാണോ? ആകാരത്തിന് മുന്നിൽ തെറി പറയുന്നു. അന്നമടക്കിന്റെ പാപ്പ. ബാപ്പനെ പറഞ്ഞ നീ വിവരം അറിയും. നീ കേൾക്കണോടാ? ഞാൻ വിളമ്പാം. ആരെങ്കിലും വിളമ്പടാ. മക്കളെ, നിങ്ങൾ ഞങ്ങളെ ഭക്ഷണം കഴിപ്പിക്കുകയാണോ അതോ ഭക്ഷണത്തിൽ കുളിപ്പിക്കുകയാണോ? എന്നാണ് ഈശ്വര എന്റെ സർവീസ് നന്നാവ്? ഞാൻ നന്നാവാൻ വേണ്ടി ജീവൻ ഡോൺ കഴിക്കുന്നുണ്ട് ബോ. ഇവിടെ നല്ല ഇരുട്ടുണ്ട്. ഇവിടെ എന്ത് കഴിക്കാം? തൊട്ട് നോക്കാൻ ടച്ചിങ്സ് ഒന്നും എടുത്തില്ല. ഞാൻ തരാം. ആരെന്നെ ടച്ച് ചെയ്തത്? എന്റെ മദ്യവും കുടിച്ച് എന്റെ മുഖത്തന്നെ തുപ്പന്നോടാ തേണ്ടി. അത് എന്നെ തല്ലിയടാ. എനിക്കൊരു സ്പോള് കൊടുത്താ. അയ്യടാ, ഒരു കോടീശ്വരന്റെ കിടപ്പ് കണ്ടില്ലേ? ഇവൻ എന്താ ദീപശികയും എന്തി ഒളിമ്പിക്സിന് ഓടാൻ പോണം? അവനിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക, കിതക്കണ കണ്ടില്ലേ? എടാ പറ്റായി കിടക്കണ പട്ടി. എഴുന്നേക്ക്. ആരാ? ഇവിടെ, 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 ഇവിടെ. ആ. പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ഇതെന്താ നിന്റെ അപ്പന് ചിലപ്പതികാരം കിട്ടിയതാ? എന്തിനിപ്പൊ അങ്ങനെയൊക്കെ പറയണേ? മണി എത്രയാടാ പന്നി? 6 മണി കഴിഞ്ഞല്ലോ. എഗ്രിമെന്റ് പ്രകാരം 6 മണി വരെ ഈ ബംഗ്ലാവിൽ നിനക്ക് കോടീശ്വരന്റെ സ്ഥാനവും അധികാരവും ഉള്ളൂ. ഉടമ്പടി കഴിഞ്ഞു. കൊടംപുളി കഴിഞ്ഞ ഉടമ്പടി അല്ലാതെ ചാണാപ്പള്ളി, ഉടമ്പടി. അരഞ്ഞാണോ അണ്ടർവെയർ ഒഴിച്ച് ബാക്കിയെല്ലാം മുതലാളിയുടെ സ്വന്തം. എന്നിട്ടും കോടീശ്വരന്റെ വേഷം കെട്ടിയപ്പോ എന്തായിരുന്നു അഴിഞ്ഞാട്ടം? വെറുതെ ഒന്നല്ലല്ലോ, കാശണി തന്നിട്ടല്ലേ. അതുകൊണ്ട് ഹൈ, ഇങ്ങനെ നിങ്ങൾ ഇമ്മോറലാവല്ലേ? എന്തേ? അതായത് ഈ വികാര പരിചരിതരാവരുത്. ഞാനിവിടെ സ്ഥിരം വരുന്ന കസ്റ്റംസ് അല്ലേ? എങ്ങനെ കസ്റ്റംസ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് വരുന്ന ആളല്ലേന്ന്. അത് മനസ്സിലായി. അടുത്ത മലയാള മാസം 1 നമ്മൾ തമ്മിൽ കണ്ടതല്ലേ? അയ്യടാ, ഗുരുവായൂർ അമ്പലത്തിൽ പോണെങ്കിൽ ഇവിടന്നേ തലകുമ്പിട്ട് തൊഴുതു പോണോ? പടച്ചോൻ എന്തിനാണോ ഗുരുവായൂർ അമ്പലത്തിൽ പോണത്? അതെ. പറച്ചു നിന്റെ ബാപ്പ എന്റെ ഇരട്ട പേര് വിളിച്ച് കളിയാക്കണ്ടല്ല. അടിച്ചിട്ട് നിന്റെ രസിപ്പിട്ടിട്ടില്ല. സോറി, മറന്നുപോയതാ. അയ്യോ, ഇതെന്താ കയ്യിലൊരു കെട്ട്? ഓ, ഓർമ്മിപ്പിച്ചത് നന്നായി. മറക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയതാ. വാങ്ങിച്ച തിരിച്ചു തരണമല്ലോ. ഉടമ്പടിയിലില്ലാത്ത കാര്യമാ. മനസ്സിലായില്ല. ഇന്നലത്തെ ഡൈനിങ് ടേബിൾ ഒന്ന് മാറിയേ. ഇന്നലത്തെ ടച്ചിങ്സ് എല്ലാം അടിച്ചു വെച്ചിട്ട് ഇറങ്ങി പോടാ. വാ മക്കളെ. അയ്യോ, മോളുടെ കയ്യാണല്ല. ചെന്ന് നോക്കിയേ. ദേ കിടക്കണ്ടോ? ഇതെന്ത് പറ്റി? വസന്തരോഗം പിടിപെട്ട കോഴികളെ പോലെ. ഒന്ന് വേഗം നടന്നേ. ഹോ, വീട്ടിൽ ചെന്നിട്ട് വേണം വീണ്ടും എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ. പിള്ളേരല്ലേ, മേളവും പൂരവും കഴിഞ്ഞ പറമ്പ് പോലെ അവരുടെ മനസ്സ്. 3-4 ദിവസം എടുക്കുന്നു നേരെ ആവാൻ. അപ്പോഴേക്കും അടുത്ത മാസം 1-ാം തീയതി ആവുമല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ. അടുത്ത മാസം മലയാള മാസം 1-ാം തീയതി വീണ്ടും കൂട്ടി. നന്ദിയില്ലാത്ത പട്ടികളെ മക്കളെ. അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? എന്താ? നീ നന്ദിയില്ലാത്ത പട്ടിയാണെന്ന്. ഇനി എന്നാ അങ്കിളെ നമ്മളാ ബംഗ്ലാവിലേക്ക് പോവാ? മക്കളെ, നമ്മൾ അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല. പല്ല് മുറിയെ എല്ലെടുക്കണം, എല്ല് മുറിയെ പണിയെടുക്കണം, അധ്വാനിയാവണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ മുതലാളിക്ക് ആ ബംഗ്ലാവ് എന്റെ പേരിലേക്ക് എഴുതി തന്നൂടെ? അല്ലേ മോളെ? ആരോട് പറയും? ആഹാ, എന്താ വീട്! എന്റെ തിരുപ്പതി എഴിമല വെങ്കടേശ രക്ഷിക്കണം. ആ കസേരയിലിരിക്കണ്ട, എന്റെ കാല് വെപ്പാ. ഇത് തന്നെ അവിടുത്തെ പ്രശ്നം. സെക്കൻഡ് ഹാൻഡ് വിളിക്ക് എന്ത് കിട്ടിയാലും വാങ്ങിച്ചു കൂട്ടിക്കോളും. ഒക്കെ ഹാൻഡിക്യാപ്ഡ്. വൃത്തിയോട് പറയുന്നോടാ, വൃത്തിയോട്ടവനെ. നിന്നെ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്ന ഇതുപോലത്തെ വായിക്കൊള്ളാത്ത വർത്താനം പറയാനാണ്. ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ അംഗവൈകല്യം. ഓ, അങ്ങനെ. ശരിയാ, നമ്മുടെ മനസ്സും സ്വപ്നം പോലെ ഇതുങ്ങളും വികലാംഗര. നിന്നോട് പലരോട് പറഞ്ഞില്ലേ കസേരമിരിക്കരുത്? നിനക്ക് വേറെ എവിടെയെങ്കിലും കെട്ടിയെടുത്തു. ആ ബംഗ്ലാവിലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. അത്
അടുത്ത ജന്മെങ്കിലും നമ്മൾ അവിടെ ജനിച്ചാൽ മതിയായിരുന്നു. മോളെ തലയിണ മറന്ന് എന്നെ തേക്കരുത്. ഈശ്വര, കേട്ടില്ലേ തിരുപ്പതി ഭവനെ അവരുടെ ദുഃഖം. ഇവർക്ക് വേണ്ടി എന്നെ മാസത്തിൽ ഒരിക്കലെ കോടീശ്വരനാക്കാതെ ഈ ജന്മം മുഴുവൻ കോടീശ്വരനാക്കാനുള്ള യോഗം അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തന്ന ഞാൻ അങ്ങേക്ക് വേണ്ടി അവന്റെ തല മൊട്ടയടിപ്പിച്ചേക്കാം. അങ്കിൾ, 3 തവണ ഞാൻ മൊട്ടയടിച്ചു, ഇനി എന്നെ കിട്ടില്ല. മോളെ നീ ഇല്ല അങ്കിൾ, ഇനി ഒരു ബലിയാടാവാൻ എന്നെ കിട്ടില്ല. ഞാനും 2 തവണയായി. പെട്ടെന്ന് അങ്കിളിന് ഒരു അത്യാവശ്യം വന്നാ മോന്റെ തല പോയിട്ട് എന്റെ തിരുപ്പതി ഭവനെ മൊട്ടക്കൊക്കെ എന്താ വില? പ്ലീസ് എന്നോട് ചോദിക്കരുത്, ഞാൻ തരില്ല. നമസ്കാരം പക്ഷിമൃഗാദികളെ. ഇന്നെന്താ ശബ്ദത്തിനൊരു ഗൗരവം? ഇതെന്താ റിബണൊക്കെ? ആ പിള്ളേരുടെ പണിയായിരിക്കും. ആ ഇന്ന് ആരൊക്കെ മുട്ടയിട്ടു? ഇതൊക്കെ ആരുടെ മുട്ടയാ? തൊട്ട് കാണിക്കേ. ആ ഇട്ടിരിക്കണ കോഴിമുട്ടയാണല്ലോ. മുട്ടമ ചുണ്ടും മുട്ടമ ലവും. ഇതെന്താ മുട്ടയിട്ട് പ്രേമിക്ക? സത്യം പറ, ഇതിലാർക്കാ എന്നോട് പ്രേമം? ഒരു പൂവനെയും വെറുതെ വിടില്ലല്ലേ? കുട്ടികളുള്ള വീടായത് വഴിതെറ്റിക്കാനായിട്ട്. മേയല്ല, ഏപ്രിലേത്. ആർക്കാ അവിടെ മാസം അറിയേണ്ടത്? ഇതാരുടെ തന്നെ തോന്നിയാസങ്ങൾ എഴുതിയും വരച്ചും എന്റെ മിണ്ടാപ്രാണികൾ ഇങ്ങനെ വഴിതെറ്റിക്കുക. എന്താ നിനക്കിന്ന് പൂക്കച്ചവടൊന്നുമില്ലേ? എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ടൊന്ന്? അപ്പുറത്തെ പിള്ളേരൊക്കെ ഉണ്ട്. ഓ, നീക്ക് ഭയങ്കര അഹങ്കാര. ഒരു കോടീശ്വരന്റെ ഗമേല. ഗമയൊന്നും അല്ല, സത്യം പറഞ്ഞാ പേടിച്ചിട്ടാ. പഴയ പോലെ ഒന്നുമല്ല. ചില കൊടകന്മാർക്ക് മലയാളികളെ കണ്ടാ പിടിക്കില്ല. അതുകൊണ്ടാ. നീ പൊക്കോ. എന്റെ സമ്മാനം കിട്ടിയാ ഞാൻ പൊക്കോളാം. സമ്മാനോ? ഇപ്പഴാ? ആരെങ്കിലും എവിടെന്നെങ്കിലും വന്ന് കണ്ടാ? കിട്ടിയാലേ പോവുള്ളൂ. ഇതിനൊരു നേരം കാലമൊക്കെ ഉണ്ട്. എങ്കി വേണ്ട, വൈകിട്ട് ആടാനും പാടാനും എന്നെ നോക്കണ്ട, ഞാൻ പോവാ. ഏയ്, നീ എന്റെ തലയും കൊണ്ടേ പോവുള്ളൂ. ഇനി നിനക്ക് എന്താ വേണ്ടേ? ഇപ്പഴാ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. നമസ്കാരം ഒന്നും വേണ്ട. നിന്റെ മുന്നിൽ വന്ന് ഓച്ചാനം ചെയ്യുന്ന പാട്ട കുലുക്കിയാലേ ഭിക്ഷ തരുള്ളൂന്നുണ്ടോ? ഏത് വകുപ്പിലെ ഞാൻ നിങ്ങക്ക് കാശേരേണ്ടത്? സർക്കസുകൾ പലതും കളിച്ച് ഞാനിവിടെ കഴിഞ്ഞുകൊണ്ടെന്ന് തിണ്ണമെടുക്ക് കാണിച്ച് ചുങ്കപ്പെരുവിന് ആരും വന്നാലും എന്റെ കയ്യിൽ നിന്ന് ഒരു ചില കാശിട്ടില്ല. നോട്ടിയാ
കുടകന്റെ മണ്ണിൽ കിടന്നോടാ നീ കുരയ്ക്കുന്നത്? അവനെ തൊട്ടുപോകരുത്. ഗോപ്പണ്ണയ്യ കൊടകനെ സംരക്ഷിക്കാനോ അതോ സ്വന്തം പള്ള വീർപ്പിക്കാനോ? എന്തിനാ ഈ ഗുണ്ടാപ്പിരിവ്? ನಂಗೆ ಕೊಡಗರಾಜ್ಯದ ಮುಕ್ತಿಗೆ ದುಡ್ಡು കളക്ഷനിಗೆ ಬಂದಿ. സാർത്ഥമാച്ചി മണ്ണിന്റെ പേരും പറഞ്ഞ് മനുഷ്യരെ തമ്മിലടുപ്പിച്ച് ചോര ഓടിക്കാൻ നടക്കുന്നു. ക്ഷാത്രവീര്യമുള്ള ക്ഷത്രിയനാണ് കുടകൻ. നപുംസകമാകരുത്. ഇനിമേലിത് ആവർത്തിച്ചാൽ ഈ ഗോപ്പണ്ണയ്ക്ക് ആ പഴയ ഊരുതെക്കന്റെ പ്രാകൃത നിയമം നടപ്പാക്കേണ്ടി വരും. പൊക്കോ. പോകാൻ പോകാനാ പറഞ്ഞത്.